26 പേരുടെ ജീവന് പകരം ചോദിച്ച ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തെളിവുകളായി പാകിസ്ഥാനെ നശിപ്പിക്കപ്പെട്ട സൈനിക താവളങ്ങളുടെ ചിത്രങ്ങൾ, പാകിസ്ഥാനുണ്ടായ നാശനഷ്ടങ്ങൾ, ഇതൊക്കെ പുറത്തു വരുന്നുണ്ട് എങ്കിലും ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു ചിത്രം കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. ഭാരത് മാതാ കി ജയ് എന്ന ആർജവത്തോടെ ഉറക്കെ വിളിക്കാൻ ഓരോ ഭാരതീയനും പ്രേരകമാവുന്ന ഒരു ചിത്രം. ആ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് 21 ഭീകരരുടെ ശവകുടീരങ്ങളുടെ ചിത്രമാണ്. ബഹവൽപൂരിൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളുടെ ശവകുടീരവും ഈ ശവകുടീരങ്ങളിൽ ഉൾപ്പെടുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് തീവ്രവാദികളുടെ ശവകുടീരങ്ങളുടെ ചിത്രങ്ങൾ. മാഞ്ഞുപോയ സിന്ദൂരത്തിന് ഇതിലും നല്ലൊരു മറുപടിയില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരും കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് പ്രണാമം അർപ്പിക്കുന്ന ഏറ്റവും ഉചിതമായ പേര് തന്നെയാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭീകരവാദം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്ന ഇന്ത്യൻ സർവകക്ഷി സംഘവും പറഞ്ഞു കൊടുക്കുന്നത് മാഞ്ഞുപോയ സിന്ദൂരത്തിനും ഒപ്പം ഇന്ത്യൻ വധുക്കളുടെ വികാരമായ സിന്ദൂരം എന്ന സങ്കല്പത്തിനുമാണ്. ഓരോ ലോകരാജ്യങ്ങൾക്ക് മുൻപിലും ഇന്ത്യൻ സിന്ദൂരത്തിന്റെ വില അവർ പ്രഖ്യാപിക്കുന്നു. സിന്ദൂരം അത് ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. വിവാഹിതരായ സ്ത്രീകളുടെ നെറ്റിയുടെ മധ്യഭാഗത്തായാണ് ഇത് പുരട്ടുന്നത്. ഹിന്ദു വിഭാഗത്തിൽ നിന്നല്ലാത്ത സ്ത്രീകളും സിന്ദൂരം ഉപയോഗിക്കാറുണ്ട്. വിവാഹ ദിവസം മുതൽ സ്ത്രീകൾ സിന്ദൂരമിടൽ തുടങ്ങുന്നു. ഇത് പവിത്രതയുടെ പ്രതീകം കൂടിയാണ്. പഹൽഗാമിൽ തീവ്രവാദികൾ 26 സ്ത്രീകളുടെ സിന്ദൂരം തുടച്ചുമാറ്റി. അതിനുള്ള പ്രതികാരമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ആ പ്രതികാരത്തിന് മാറ്റുകൂട്ടുകയാണ് 21 ശവകുടീരങ്ങളുടെ ഈ ചിത്രം. പഹൽഗാമിലെ ഭീകര ആക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ നശിപ്പിച്ചു. ഈ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ 9 ഒളിത്താവളങ്ങൾ നശിപ്പിച്ചതായി ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ക്രമേണ അതിന്റെ തെളിവുകളും പുറത്തുവരുന്നു. ബഹവൽപൂരിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ശവകുടീരങ്ങളുടെ ചിത്രം ഓരോ ഭാരതീയനെയും സന്തോഷിപ്പിക്കുകയാണ്. ഇതുകൂടാതെ കഴിഞ്ഞ മാസം 4 ദിവസത്തെ സൈനിക സംഘട്ടനത്തിൽ പാകിസ്ഥാൻ ലക്ഷ്യങ്ങളിൽ ഇന്ത്യ നടത്തിയ കൃത്യമായ ആക്രമണങ്ങളെക്കുറിച്ച് പാകിസ്ഥാന്റെ പുതിയ രേഖകൾ വെളിച്ചം വീശുന്നു. മുൻപ് അജ്ഞാതമായിരുന്ന കുറഞ്ഞത് 7 അത്തരം ലക്ഷ്യങ്ങളെയെങ്കിലും ഈ രേഖയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ പൈഷവാർ, സിന്ധ് പ്രവിശ്യയിലെ അറ്റോക്, ബഹവൽ നഗർ, ചോർ, ഹൈദരാബാദ്, പഞ്ചാബ് പ്രവിശ്യയിലെ ഗുജറാത്ത്, ഝാങ് എന്നിവിടങ്ങളിലെ വിവിധ ലക്ഷ്യങ്ങളെ ഇന്ത്യ ലക്ഷ്യമിട്ടതായി രേഖയിൽ പറയുന്നു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി ആരംഭിച്ച ഓപ്പറേഷൻ ബനിയൻ മർസൂസ് സംബന്ധിച്ച് പാകിസ്ഥാൻ പുറത്തിറക്കിയ രേഖയിൽ ഈ വിശദാംശങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 8, 9, 10 തീയതികളിൽ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളുടെ വിശദമായ വിവരങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങളുമായി പങ്കിട്ട രേഖയിലുണ്ട്. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിന് മറുപടിയായി മെയ് 7-ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു. ഇതിന്റെ കീഴിൽ പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലും ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ച് തീവ്രവാദ ഒളിത്താവളങ്ങളിൽ കൃത്യതയുള്ള ആക്രമണം നടത്തി. മുരുദ്കയിലെ ലഷ്കർ ഇ തോയ്ബയുടെ മർക്കസ് തായ്ബ, ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ മർക്കസ് സുബാൻ അല്ലാഹ്, സിയാൽകോട്ടിലെ ഹിസ്ബുൾ മുജാഹിദീന്റെ മൗമുന സോയ എന്നിവ ഉൾപ്പെടെ 9 സ്ഥലങ്ങളാണ് ഇന്ത്യൻ സായുധ സേന ലക്ഷ്യമിട്ടത്. ബർണാലയിലെ ലഷ്കറിന്റെ മർക്കസ് അഹ്ലെ ഹദീസിലും മുസാഫറാബാദിലെ ഷവായ് നാലയിലുള്ള സംഘടനയുടെ ക്യാമ്പിലും ഇന്ത്യൻ സായുധ സേന ആക്രമണം നടത്തിയിരുന്നു. ഇന്ത്യയുടെ നടപടിക്ക് ശേഷം മെയ് 8, 9, 10 തീയതികളിൽ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു. പാകിസ്ഥാൻ ആക്രമണങ്ങൾക്ക് ഇന്ത്യ ഉചിതമായ മറുപടി നൽകിയിരുന്നു. പാകിസ്ഥാൻ വ്യോമസേനാ താവളങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, റഡാർ സൈറ്റുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി പ്രധാന സൈനിക സ്ഥാപനങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. ഇന്ത്യയുടെ പ്രതികാര നടപടിയിൽ ഭയന്ന പാകിസ്ഥാൻ DGMO തലത്തിൽ സംസാരിച്ച് വെടിനിർത്തൽ ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും ഇന്ത്യക്ക് അഭിമാനമാവുകയാണ് ഈ 21 ശവകുടീരങ്ങളുടെ ചിത്രം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.